എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 43-ാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഈ ശ്ലോകത്തിലൂടെ തൃണാവർത്തൻ എന്ന അസുരൻ കൊടുങ്കാറ്റിൻ്റെ രൂപത്തിൽ വന്ന് ഭഗവാനെ അപഹരിച്ചു കൊണ്ടുപോവുകയാണ്. ഹരേ നാരായണ. താവത് വിദൂരമുപകർണിതഘോരഘോഷവ്യാജൃംഭിപാസു പടലീ പരിപൂരിതാശ വാത്യാവപുഃ സ കില ദൈത്യവരസ്തൃണാവർത്താഖ്യോ ജഹാര ജനമാനസഹാരിണം ത്വാം. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. താവത് എന്നാൽ അപ്പോൾ, വിദൂരം വളരെ ദൂരെ, ഉപകർണിത ഘോര ഘോഷ കേൾക്കുന്ന ഭയങ്കര ശബ്ദവും, വ്യാജൃംഭിപാസു പടലി പരിപൂരിതാശ പൊങ്ങിപ്പരന്ന പൊടിപടലവും ദിക്കുകളിലെല്ലാം നിറച്ചുകൊണ്ട്, വാത്യാവപു ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ വന്ന്. ആര വന്നേ? തൃണാവർത്താഖ്യ തൃണാവർത്തനെന്നു പേരുള്ള സകില ദൈത്യവര ആ അസുരനായകൻ, ജഹാര അപഹരിച്ചു. ആരേ? ജനമാനസഹാരിണം ത്വാം സകല ജനങ്ങളുടെയും മനസ്സിനെ അപഹരിക്കുന്ന ഭഗവാനെ അങ്ങോട്ട് അപഹരിച്ചു ആ അസുരനായകൻ. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? അപ്പോൾ ദൂരെ നിന്നു തന്നെ കേൾക്കാവുന്ന ഭയങ്കര ശബ്ദത്തോടുകൂടി പൊടിപടലത്താൽ ദിക്കുകൾ മറച്ചുകൊണ്ട് കൊടുങ്കാറ്റിൻ്റെ രൂപത്തിൽ അസുരനായകനായ തൃണാവർത്തൻ വരികയും സകലർക്കും ചേതോഹരനായി വാണിരുന്ന ഭഗവാനെ ഉയർത്തിക്കൊണ്ടു പോകുകയും ചെയ്തു. ഹരേ കൃഷ്ണ.